ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ? അടിപൊളിയായിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇതാണ് ആ ക്രിസ്മസ് ട്രീ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിതാ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 2 പാക്കറ്റ് ബോള്, ഒരു സ്റ്റാറൊക്കെയാണ്, പിന്നെ കുറച്ച് ഗിൽറ്റ് പേപ്പറും. ഇതാ ഒരു ബക്കറ്റിൻ്റെ മൂടി എടുത്തിട്ട് ഒരു 4 കോല് ഒരേ അളവിലെടുത്തിട്ട് ഇങ്ങനെ ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ന്യൂസ് പേപ്പർ ഇല്ലേ നമ്മളെ വീട്ടിൽ, അത് ചുറ്റി കൊടുക്കുകയാണ്. അത് ചുറ്റിയിട്ട് ടാപ്പ് കൊണ്ട് ഒട്ടിക്കുക. അങ്ങനെ അത് നമ്മൾ ഫുള്ളായിട്ട് അത് കവർ ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പിൽ നമ്മൾക്ക് കിട്ടും. താഴേക്ക് കുറച്ച് വണ്ണം കൂടിയിട്ട് മേപ്പട്ടി ഇങ്ങനെ കോർത്ത നിലയിലായിട്ട് അതാ നമ്മൾ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പൊന്നൂസ് അവിടെ കിടന്നിട്ടോ കേട്ടോ ചെയ്യുന്നത്. വെറും 500 രൂപ ഇതിനായിട്ടുള്ളൂ, ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. നമുക്കിത് എടുത്ത് വെച്ചിട്ട് അടുത്ത കൊല്ലം ഉപയോഗിക്കുകയും ചെയ്യാം. എല്ലാ വർഷം മേടിക്കണം എന്നില്ല. അപ്പോൾ ഇതാണ് ഗിൽറ്റ് പേപ്പർ. ഇത് ഒരു കഷ്ണത്തിന് 50 രൂപയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളൊരു 6 കഷ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് ചുറ്റി കൊടുക്കുക. വെള്ള പേപ്പർ ഇങ്ങോട്ട് പുറത്തേക്ക് വല്ലാണ്ട് കാണാത്ത രീതിയിൽ നമ്മളതിങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചപ്പോൾ അത് നിൽക്കണില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ പേപ്പറും കൂടി ഒന്നുണ്ട്, ഗിൽറ്റ് പേപ്പറും കൂടി ഒന്നുണ്ട് കറക്റ്റാക്കി ഒരൊറ്റ പേപ്പറാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പൊതിഞ്ഞ് കവർ ചെയ്ത് അടിപൊളിയായിട്ട് നമ്മളെ ക്രിസ്മസ് ട്രീ നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല നീളമുണ്ട് അത്യാവശ്യം. ഞങ്ങൾ ചെറുതുണ്ടാക്കണമെന്ന് വിചാരിച്ചത്, പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല നീളമുണ്ട്. ഇനി നമ്മളതുമേ മാല ബൾബാണ്. മാല ബൾബിന് 150 രൂപ കേട്ടോ ഈ മാല ബൾബിന്. അപ്പോൾ ഞങ്ങളിതൊക്കെ ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങിയത്, മാറഞ്ചേരി. പിന്നെ സ്റ്റാർ ഏറ്റവും ഫസ്റ്റ് തന്നെ മാല ബൾബ് വട്ടത്തിലിങ്ങനെ കറക്റ്റായിട്ട് ആ ഗിൽറ്റ് പേപ്പർ ചുറ്റി അതേപോലെ തന്നെ മാല ബൾബ് ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റാർ വെച്ച് 2 പാക്കറ്റ് ബോളാണ് മേടിച്ചിട്ടുള്ളത്. അതൊരു പാക്കറ്റിന് 50 രൂപയാണ്. അപ്പോൾ 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിൽ എല്ലാ കളറും ഉണ്ട്, യെല്ലോ, ബ്ലൂ, റെഡ്, വൈറ്റ്, നല്ലതും ഉണ്ട്. അപ്പോൾ അതാ അത് ചെറിയൊരു നൂലുണ്ട്, അതിങ്ങനെ ചേഞ്ചാക്കി ഇങ്ങനെ കെട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായി സൂപ്പർ അടിപൊളി കണ്ട നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നേരം 500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കാൻ പറ്റും. നമ്മൾക്കിത് ഒക്കെ അതേപോലെ നല്ലതായിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഉമ്മാർത്ത് കൊണ്ടുവയ്ക്കട്ടെ. അതാ അടിപൊളി അടിപൊളി ക്രിസ്മസ് ട്രീ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ക്രിസ്മസൊക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ നമ്മൾ ട്രീ വാങ്ങിച്ചാൽ അതിനൊരു വലിയ ഭംഗിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.